തൃശൂർ ജില്ലയിൽ തലപ്പിള്ളി താലൂക്കിന്റെ വടക്ക് പടിഞ്ഞാറെ അറ്റത്തായി കുന്നംകുളത്തു നിന്നും ഉദ്ദേശം 8 കിലോമീറ്റർ മാറി കാട്ടകാമ്പാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പൊതുവിൽ ഒരു ഭദ്രകാളി ക്ഷേത്രം ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. എങ്കിലും യഥാർത്ഥത്തിൽ ഭഗവാൻ ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ശിവാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. തെക്കേ വലിയമ്പലത്തിന്റെ തെക്കേയറ്റത്ത് പടിഞ്ഞാറ്റ് അഭിമുഖമായി കുടികൊള്ളുന്നത് ഭദ്രകാളിയാണ്. ജനമധ്യത്തിൽ ഇതൊരു ഭദ്രകാളി ക്ഷേത്രമായി അറിയപ്പെടുന്നു. ഭദ്രകാളിയെ കൂടാതെ ഗണപതിയും ശാസ്താവും ഉപദേവന്മാരായിട്ടുണ്ട്. പ്രദക്ഷിണ വഴിക്ക് പുറത്ത് തെക്കേ പടിഞ്ഞാർ മൂലയിൽ നാഗം പ്രതിഷ്ഠയും ഉണ്ട്. വിഷ്ണു ഭഗവാന്റെ അവതാരവും മഹാദേവന്റെ ശിഷ്യനുമായ പരശുരാമൻ ഒരു ശിലയിൽ ഇരുന്നു തന്റെ ഇഷ്ടമൂർത്തിയായ ശ്രീ പരമേശ്വരനെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിച്ചു. ശ്രീ പരശുരാമന്റെ തപസ്സിനാൽ സംപ്രീതനായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെടുകയും തന്റെ സാന്നിധ്യം എന്നെന്നും ഇവിടെ ഉണ്ടാകുമെന്ന് അരുളി ചെയ്ത് അപ്രത്യക്ഷനാവുകയും ചെയ്തു. പിന്നീട് കാലം നിരവധി കടന്നുപോയി. ഒരിക്കൽ ഒരു വേടൻ പശുവിനെ മേയ്ക്കുന്നതിനിടയിൽ ഒരു പാറപ്പുറത്ത് പശു തനിയെ പാൽ ചുരത്തുന്നത് കാണാനിടയായി. കിടാവ് കുടിക്കാതെ പശു തനിയെ പാൽ ചുരത്തുന്നത് സ്വാഭാവികമായും വേടനെ അത്ഭുതപ്പെടുത്തി. ഈ വിവരം വേടൻ നാടുവാഴിയെ അറിയിച്ചു. കാട്ടകത്ത് പാൽ ചുരത്തിയതിനാൽ സ്ഥലത്തിന് കാട്ടകം പാൽ എന്ന് പേര് വന്നു. പശുപാൽ ചുരത്തിയ പാറമേൽ ദേവചൈതന്യം ഉണ്ടെന്ന് പ്രശ്നവശാൽ തെളിഞ്ഞു. തന്മൂലം അവിടെ ശ്രീകോവിൽ നിർമ്മിച്ച് ശിവനെ പ്രതിഷ്ഠിക്കുകയും പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. മഹാദേവൻ ഇവിടെ കാലത്ത് ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് അഘോരമൂർത്തിയായും വൈകുന്നേരം അർദ്ധനാരീശ്വരനായും കുടികൊള്ളുന്നു എന്നാണ് ഐതിഹ്യം. പാലഭിഷേകം ഭഗവാന് ഒരു വിശേഷാൽ വഴിപാടാണ്. ചുറ്റമ്പലത്തിൽ തെക്കു പടിഞ്ഞാറ് മൂലയിൽ കിഴക്കോട്ട് അഭിമുഖമായി ഗണപതിയെ കുടിയിരുത്തിയിരിക്കുന്നു. പ്രദക്ഷിണ വഴിക്ക് പുറത്തായി കിഴക്കോട്ട് അഭിമുഖമായി ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രദക്ഷിണം വഴിക്ക് പുറത്തായി മതിലകത്ത് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ നാഗപ്രതിഷ്ഠയുണ്ട്. മതിൽക്കകത്ത് വടക്ക് ഭാഗത്തായി പ്രദക്ഷിണ വഴിക്ക് പുറത്ത് ഒരു തറ കാണാം. തലസ്ഥാനത്ത് നിരവധി കാലം തപസ്സിരുന്ന ഒരു മുനി ശ്രേഷ്ഠന്റെ സ്മരണയ്ക്കായിട്ടാണ് തറ കെട്ടിയിരിക്കുന്നത്. തെക്കേ വലിയമ്പലത്തിന്റെ തെക്കേ അറ്റത്ത് പടിഞ്ഞാട്ട് അഭിമുഖമായി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പടിഞ്ഞാറെ ചുറ്റിൽ ദേവിയുടെ ശ്രീകോവിലിൽ നിന്ന് നേരെ ഒരു വാതിലുമുണ്ട്. ദേവിയുടെ മൂലബിംബം ലിംഗ ആകൃതിയിലുള്ള ദാരുബിംബമാണ്. മറ്റൊരു ശിലാബിംബം അർച്ചനബിംബമാണ്. ദ്വാദശാക്ഷര മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി വളരെ വിശേഷമാണ്. പൂരകാലത്ത് ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ ഒരു ചെറിയ ചെപ്പുകുടത്തിൽ തിരുടാട, കൗങ്ങിൻ, പൂക്കുല എന്നിവ വെച്ച് അതിലേക്ക് ദേവിയെ ആവാഹിക്കുന്നു. ദേവിയുടെ മഹാനിവേദ്യം പച്ചടയാണ്. കന്യാകുമാരിയിൽ നിന്ന് കുടത്തിലേക്ക് ആവാഹിച്ചെടുത്ത് കൊണ്ടുവന്ന ദേവിയെ കാട്ടകാമ്പാൽ ക്ഷേത്രത്തിൽ കുടിയിരുത്തിയ ശേഷം മഹാനിവേദ്യമായി ആചാര്യൻ നിർദ്ദേശിച്ചത് 1001 നാഴി അരി കൊണ്ടുള്ള അടയാണ്. മുഹൂർത്ത സമയത്ത് പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പോൾ അട ഉണ്ടാക്കി കഴിഞ്ഞതേ ആയിരുന്നുള്ളൂ. വേവിക്കാൻ സമയമില്ല. വേവിക്കേണ്ട, പച്ചട നിവേദിച്ചാൽ മതി എന്ന് ആചാര്യൻ വിധിച്ചു. അതാണ് പച്ചട നിവേദ്യം ഇത്ര പ്രധാനമാകാൻ കാരണം. കാട്ടകാമ്പാൽ ഭഗവതിയെ ഭക്തിപുരസരം സേവിക്കുന്നവർക്ക് ഇഷ്ടകാര്യം സാധ്യമാകുമെന്നത് സംശയാതീതമായ കാര്യമാണ്. ഭക്തദിഷ്ടപ്രദായിനിയായ ദേവി തന്നെ സേവിക്കുന്നവരെ യാതൊരു കാരണവശാലും കൈവിടുകയില്ല. ഏവർക്കും മംഗളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ കൗതുക പനോരമ.